Welcome back, dear students. So in this session we will discuss about the MO theory of hydrogen molecule. So നമ്മൾ ഓൾറെഡി വേരിയേഷൻ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. വേരിയേഷൻ മെത്തേഡിന് എപ്പോഴും നമ്മൾ ട്രയൽ വേവ് ഫംഗ്ഷൻ എടുത്തിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് വേരിയേഷൻ മെത്തേഡ്. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിൻ്റെ കേസിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ഹൈഡ്രജൻ മോളിക്യൂളാണ്. ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ molecule ion എന്ന് പറയുന്നത് H2+ ion എന്ന് പറയുന്നത് it contains only one electron but two nuclei. But when we are adding an extra electron to this H2+ ion, it becomes H2 hydrogen molecule ആയിട്ട് മാറും. സോ നമ്മൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഹൈഡ്രജൻ മോളിക്യൂളിനെ സോൾവ് ചെയ്യുന്നത് രണ്ട് അപ്രോച്ചസ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് ട്രയൽ വേവ് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നതിന് ദർ ആർ ടു അപ്രോച്ചസ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ചും രണ്ടാമത്തേന്ന് പറയുന്നത് വാലൻസ് ബോണ്ട് അപ്രോച്ചുമാണ്. അപ്പോൾ രണ്ട് തിയറീസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേത് തിയറിയിലാണ് ഏറ്റവും നന്നായിട്ട് ഹൈഡ്രജൻ മോളിക്യൂളിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നത്, അതിൻ്റെ എനർജി കാൽക്കുലേഷൻ ഏത് മെത്തേഡാണ് മോസ്റ്റ് ആക്യുറേറ്റ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഒരെണ്ണം കൂടുതൽ പ്രയോജനകരവും മറ്റേത് അത്ര കണ്ട് പ്രയോജനമില്ലാത്തതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്കത് ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്, എവിടെയൊക്കെയാണ് എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, നൗ ഫസ്റ്റ് ഓഫ് ഓൾ വിൽ സ്റ്റാർട്ട് വിത്ത് മോളിക്കുലർ ഓർബിറ്റൽ തിയറി. അപ്പം മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. The structure of hydrogen molecule can be considered as can be considered as the product of two one electron hydrogen molecule ion like wave functions, that is psi1 and psi2. അപ്പോൾ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ വേവ് ഫംഗ്ഷൻസിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഹൈഡ്രജൻ മോളിക്യൂൾ എന്നുള്ളതാണ് ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ it also assumes that electron density is shared all around the nuclei in molecular orbital, which is a linear combination of constituent atomic orbitals. അപ്പം ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഷെയർഡ് ഓൾ അറൗണ്ട് ദ ന്യൂക്ലിയൈ. അത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ്രജൻ മോളിക്യൂൾ അയോണിനകത്ത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഈക്വലായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നും ഒരു പോളിന്യൂക്ലിയൈ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ന്യൂക്ലിയയ്ക്ക് ചുറ്റിനുമായിട്ടാണ് മോളിക്കുലർ ഓർബിറ്റൽസ് നിൽക്കുന്നത്. ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞിരുന്നു. അതേ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി അസ്യൂംസ് ദാറ്റ് ഇലക്ട്രോൺ ഡെൻസിറ്റി ഈസ് ഷെയർഡ് all around the nuclei in MOs, which is a linear combination of constituent atomic orbitals. And as the number of particle increases, ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ എടുക്കുമ്പോഴത്തേക്കും രണ്ട് ന്യൂക്ലിയും ഒരു ഇലക്ട്രോണുമാണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഹിയർ മറ്റൊരു അസംഷൻ വൺ ഇലക്ട്രോൺ അപ്രോക്സിമേഷൻ ഉണ്ടല്ലോ, അതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ് and the particles do not interact, the overall wave function of the system is the product of wave functions of two non-interacting wave functions, and overall energy is the sum of energies of the individual energy. That means total wave function എന്ന് പറയുന്നത് ഓരോ അറ്റോമിക് ഓർബിറ്റലിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, psi MO എന്ന് പറയുന്നത് അതായത് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi MO എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ വേവ് ഫംഗ്ഷൻസ്. അറ്റോമിക് വേവ് ഫംഗ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഈ psi ഒന്ന് ശ്രദ്ധിച്ചോണ്ട്, ഇത് ക്യാപിറ്റൽ ഫൈ ആണ് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ഫൈ 1s A ഇൻറ്റു ക്യാപിറ്റൽ ഫൈ 1s B. Okay, now
ഞാനത് ഒന്നുകൂടെ ആ ഇക്വേഷൻ എടുത്തിരിക്കുകയാണ്. ആൻഡ് വി നോ ദാറ്റ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺസിൻ്റെ വേവ് ഫങ്ഷൻസിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. അസ്യൂം ചെയ്തു ഹൈഡ്രജൻ മോളിക്യൂളിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കൺസിഡേർഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ് 1 ഇലക്ട്രോൺ ഹൈഡ്രജൻ മോളിക്യൂൾ അയോൺ ലൈക്ക് വേവ് ഫങ്ഷൻസ്. ഓക്കെ, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അതിനെ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1/√2 × 1 + SAB. ഇവിടെ S എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ക്യാപിറ്റൽ SAB എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഓവർലാപ്പ് ഇൻ്റഗ്രൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇൻ്റഗ്രൽ ആണിത്. ഓക്കെ, ആൻഡ് phi, ഈ phi അല്ല, ഈ phi ദിസ് ഈസ് ഡിഫറെൻറ്റ്. phi 1SA of R1 എന്നാ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഇൻറ്റു അല്ല കൊടുത്തിരിക്കുന്നത്. phi 1SA of R1. ഈ R1 കൊടുക്കാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ അതൊന്ന് കാണിച്ചു തരാം. ദാറ്റ് ഈസ് രണ്ട് ന്യൂക്ലിയർ എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ന്യൂക്ലിയർ, അതിന് രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട്. ദിസ് ഈസ് E2 ആൻഡ് ദിസ് ഈസ് E1. ഈ എയും E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ എൻ്റെ പൊസിഷൻ E1 എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ് വിത്ത് റെസ്പെക്ട് ടു എ ആണ് ഇതെന്ന് പറയുന്നത്. ദിസ് ഈസ് R1 എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ R1 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇൻറ്റു phi 1sb R2 of 1sb of R2 സെക്കൻഡ് ഇലക്ട്രോണിൻ്റെ പൊസിഷൻ കോർഡിനേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, okay, and this is the distance capital R. Similarly, വേറൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾ ഫോം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും this E2 is under the influence of this A. Therefore, ഇങ്ങനെ ഒരു ഡിസ്റ്റൻസും പോസിബിൾ ആണ്. ദാറ്റ് ഈസ് R2 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നതാണ്. ആൻഡ് there is another possibility like this. ആൻഡ് E1 E2 എന്ന് പറയുന്നത് ഒരു ഇന്റർ ഇലക്ട്രോണിക് ഡിസ്റ്റൻസ് ആണ്, R12 എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. ദിസ് ഇക്വേഷൻ ഈസ് റീഅറേഞ്ച്ഡ് and we will get an equation like this. That is, ഇവിടെ 1/√of 1 + SAB into 1/√of 2 into 1 + SAB രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സ്ക്വയർ ആയി മാറി. ദാറ്റ് ഈസ് 1/2 into 1 + SAB എന്ന് വരുന്നു. ആൻഡ് ഈ ബ്രാക്കറ്റിലുള്ള ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തൊന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സി ഇൻ ദിസ് ടേംസ് വി ക്യാൻ സീ ദാറ്റ് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ദിസ് ഫസ്റ്റ് ടേം, ഇതിനകത്ത് എത്ര ടേം ഉണ്ടെന്ന് നോക്കിക്കേ. ഹിയർ ദിസ് ഈസ് ഫസ്റ്റ് ടേം, ദർ ഈസ് വൺ ടേം, ദിസ് ഈസ് വൺ ടേം, ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് ടേം, ദിസ് ഈസ് ദ തേർഡ് ടേം, ദിസ് ഈസ് ദ ഫോർത്ത് ടേം. ഓക്കെ, 4 ടേം ഉണ്ട് ഇതിനകത്ത്. അപ്പം ഈ ഫസ്റ്റ് ടേം നോക്കുക, 1SA phi 1SA of R1, 1sb of R2. ഓക്കെ, അത് ഇങ്ങനെ, അതായത് ഫസ്റ്റ് ഇലക്ട്രോണ് 1SA ആയിട്ട് ചേർന്ന് നിൽക്കുന്നു, ഫസ്റ്റ് ഇലക്ട്രോണ് 1SA യുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ആൻഡ് രണ്ടാമത്തെ ഇലക്ട്രോണ് ബി യു ആയിട്ട് കൂടുതൽ അടുപ്പിച്ച് നിൽക്കുന്നു. ദിസ് റെപ്രസെൻറ്റ്സ് ദ പ്രോബബിലിറ്റി അല്ലേ. ആൻഡ് ദ സെക്കൻഡ് ടേം എന്താണ് വരുന്നത്, രണ്ടാമത്തെ ടേം വരുന്നത് രണ്ടാമത്തെ ഇലക്ട്രോൺ എയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു, ഒന്നാമത്തെ ഇലക്ട്രോൺ ബി യുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം റെപ്രസെൻറ്റ്സ് എക്ക് E1 സ്വന്തം, ബിക്ക് E2 സ്വന്തം പോലെയും. അതുപോലെ രണ്ടാമത്തെ ടേമിനകത്ത് വരുന്നത് E1 എന്ന് പറയുന്ന ബിക്ക് സ്വന്തവും, E2 എന്ന് പറയുന്ന എക്ക് സ്വന്തവും, അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ടുള്ള ഇരിക്കുകയാണ്. അപ്പോൾ ഷെയറിംഗ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം റെപ്രസെന്റ്സ് എ ഷെയറിംഗ് ബിറ്റ്വീൻ ഓർ മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ദീസ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ദീസ് ടു nuclei A and B. Okay, so these two terms represents the covalent nature of the hydrogen molecule. Now let's see what is the condition condition associated with the term 3 and 4. Here you can see that first electron is associated with the A nuclei and second electron is also associated with the A nuclei. അപ്പോൾ ഫസ്റ്റ് ഇലക്ട്രോണും സെക്കൻഡ് ഇലക്ട്രോണും എയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, അപ്പം എയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ E1നെയും E2നെയും കാണാം. ഓക്കെ, ബിയിൽ കാണുന്നില്ല, ഇലക്ട്രോണിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി കാണുന്നില്ല. ഇനി ഈ കേസിലോ ബിയിൽ R1ഉം കാണാം R2ഉം കാണാം, E1ഉം കാണാം E2ഉം കാണാം. അതായത് ഇവർ ബിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നു. നമുക്കൊന്ന് പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു അയണൈസേഷൻ, അയണിക് കമ്പോണൻറ്റ് പോലെ, അതായത് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും ഈ രണ്ട് ഇലക്ട്രോണും ഇങ്ങോട്ട് ചേർന്ന് എയിലേക്ക് ചേർന്ന് നിൽക്കുകയാണ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ മറ്റൊരു കണ്ടീഷൻ എന്താണ്, എയും ബിയും തമ്മിൽ ചേർന്ന് മോളിക്യൂൾ ഫോം ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്കും ആ രണ്ട് ഇലക്ട്രോണും എങ്ങോട്ട് ചേർന്ന് നിൽക്കുകയാണ്, ബിയിലേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന് പോസിറ്റീവ് ചാർജ്, ഇവരുടെ നെഗറ്റീവ് ചാർജ് വരും. ഇത് പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്. ദാറ്റ് മീൻസ് ഒരു അയോണിക് നേച്ചർ അല്ലെങ്കിൽ അയോണിക് ഇൻ്ററാക്ഷൻ ഉള്ള ഒരു പോസിബിലിറ്റി ആണ് എന്തിനകത്ത് കാണിക്കുന്നത്, ടേം 3 and 4 കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് മോളിക്കുലർ ഓർബിറ്റൽ തിയറിയുടെ, മോളിക്കുലർ ഓർബിറ്റൽ അപ്രോച്ചിൻ്റെ ഒരു പ്രത്യേകത. ഹിയർ യു ക്യാൻ സീ ബോത്ത് കോവാലന്റ് നേച്ചർ ആൻഡ് അയോണിക് നേച്ചർ. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനൊരു കണ്ടീഷനാണ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്ന് ഇറേസ് ചെയ്യാണ്. നമ്മൾ നേരത്തെ എഴുതി ഒന്ന് ഇറേസ് ചെയ്ത് കളയട്ടെ, എന്നാലേ നമുക്കിത് പിക്ചർ, ഈ ഒരു ഡയഗ്രം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ കൊടുത്തിരുന്ന അതേ ഡയഗ്രം തന്നെ, ഈ മുകളിലത്തെ ഡയഗ്രം തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ ഡയഗ്രം തന്നെയാണ് താഴോട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നൗ now you can see, now let's write down the Hamiltonian operator. അപ്പോൾ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ വിച്ച് കണ്ടെയ്ൻസ് ബോത്ത് എന്തൊക്കെ ടേംസ്, കൈനറ്റിക് എനർജി പാർട്ടും ഉണ്ടാവും, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി പാർട്ടും ഉണ്ടാവും. ഓക്കെ, സോ ഇവിടെ നോക്കാം, this represents the kinetic energy terms and this one represents the electron nuclear attraction. അതായത് ഫസ്റ്റ് ഇലക്ട്രോണും എയുമായിട്ടുള്ള അട്രാക്ഷന്, അതുപോലെ തന്നെ സെക്കൻഡ് ഇലക്ട്രോണും എയുമായിട്ടുള്ള അട്രാക്ഷൻ. ദിസ് ഈസ് ദ ഫസ്റ്റ് ഇലക്ട്രോണും ബിയുമായിട്ടുള്ള അട്രാക്ഷൻ, ദെൻ സെക്കൻഡ് ഇലക്ട്രോണും ബിയുമായിട്ടുള്ള അട്രാക്ഷൻ, ദെൻ ഇലക്ട്രോൺ റിപ്പൾഷൻ ടേം. ദാറ്റ് ഇസ് വൈ ഇവിടെ ഒരു പ്ലസ് ചാർജ് ഇട്ട് കൊടുത്തിരിക്കുന്ന, പ്ലസ് സൈൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ന്യൂക്ലിയർ റിപ്പൾഷൻ ടേം, അതാണ് തേർഡ് ടേം. ആൻഡ് we can represent in the atomic units. If we are represent the Hamiltonian in the atomic units, we can write the equation like this. And we know that normalized wave function ആണെങ്കിൽ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, HSI-MO is equal to E-psi-MO. So we have to calculate the energy. അപ്പോൾ എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമുക്ക് മെയിനായിട്ട് ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിൻ്റെ ആവശ്യം വരുന്നത്. ദെൻ
എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. എനർജി ഈസ് ഈക്വൽ ടു ആവറേജ് എനർജി ഓർ എക്സ്പെക്ടേഷൻ എനർജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ psi star psi star mo psi mo star h cap psi dr1 dr2 divided by integral psi mo star psi mo d tau. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ വെച്ച് നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും we will get two energy levels. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഹാമിൽട്ടോണിയൻസ് അപ്ലൈ ചെയ്ത് നമുക്ക് വലിയ രീതിയിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം അതൊരു വലിയൊരു ഡെറിവേഷനാണ്. സോ നമുക്കിവിടെ ആവശ്യം എന്ന് പറയുന്നത് എനർജി വാല്യൂസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനെ നമുക്ക് ആവറേജ് എനർജി കണ്ടുപിടിക്കുമ്പോൾ we will get E plus and E minus. ഓക്കെ, രണ്ട് എനർജി വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് ദിസ് E plus MO corresponds to lower energy, that is the bonding molecular orbital of Gerard symmetry, and EMO minus is higher energy anti-bonding molecular orbital with a un-Gerard symmetry. Okay, so these are the observations. Now what we have to do is we have to plot this psi function. അപ്പോൾ ഈ psi MOയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് psi പ്ലസിന് കറസ്പോണ്ടിങ് ഈ പ്ലസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? psi ഫംഗ്ഷൻ കിട്ടുന്നുണ്ട്. psi പ്ലസ് MOയും വരുന്നുണ്ട്, അതുപോലെ തന്നെ psi മൈനസ് MOയും കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്കിനി എനർജി ലെവൽ നോക്കാം. എനർജി ലെവൽ നോക്കുമ്പോഴത്തേക്കും this is the energy. Y-axis represents the energy value and x-axis represents the internuclear distance. So നമ്മൾ ഇതിനെ കാൽക്കുലേറ്റഡ് വാല്യൂസ് ഇട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ തിയററ്റിക്കൽ കാൽക്കുലേഷൻ MO തിയറി അപ്ലൈ ചെയ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം we will get a curve like this. Actually this point represents 0. ഇത് നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ് 0. ഓക്കെ, 0 എനർജിയാണ്. നോർമലി രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ വന്ന് ചേർന്ന് രണ്ട് സ്ഥലത്ത് രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്, രണ്ട് വീട്ടിൽ നിന്ന് വരുന്ന ഹൈഡ്രജൻ ആറ്റംസ് വരികയാണ്, വന്ന് ജോയിൻ ചെയ്തിട്ടാണ് മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താ ഈ ഡെപ്ത് കാണിക്കുന്നത്. ഓക്കെ, ബട്ട് നമ്മൾ MO തിയറി വെച്ച് നമ്മളുടെ എനർജി വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുമ്പോൾ we will get a curve like this. That means ഈ എനർജി 0 എന്ന് പറയുന്ന കണ്ടീഷനെക്കാട്ടിലും മുകളിലായിട്ടാണ് ഈ ഒരു കർവ് വരുന്നത്. ആൻഡ് ഓൾസോ ദിസ് റെഡ് കളർ പ്ലോട്ട് റെപ്രസെൻറ്റ്, റെഡ് കളറിൽ ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് this represents the experimental observation of hydrogen molecule, experimental dissociation energy of or the experimental energy diagram of this hydrogen molecule. Okay, and this distance is known as equilibrium RE value, and this is the dissociation energy. നമുക്ക് തിയററ്റിക്കൽ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഡിസോസിയേഷൻ എനർജിയാണ് ഞാൻ ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, so let's compare this result, dissociation energy and equilibrium internuclear distance. എക്സ്പെരിമെൻ്റൽ ഒബ്സർവേഷനിൽ 4.72 ആണ്, 72 ഇലക്ട്രോൺ വോൾട്ട്സ് ആണ് ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ എനർജി എന്ന് പറയുന്നത്. പക്ഷേ തിയററ്റിക്കൽ കാൽക്കുലേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, അതായത് MO ട്രീറ്റ്മെൻറ്റിൽ വഴി നമുക്ക് കിട്ടുന്നത് 2.65 ഇലക്ട്രോൺ വോൾട്ട്സേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ R വാല്യൂ, ദാറ്റ് ഈസ് internuclear distance, experimental observation 0.74 angstrom, theoretical observation 0.83 angstrom ആണ്. സോ ഈ റിസൾട്ട് കാണിക്കുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെരിമെൻ്റൽ വാല്യൂവും തിയററ്റിക്കൽ വാല്യൂവും തമ്മിൽ നല്ല ഡീവിയേഷൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സോ this suggests that this MO theory is not sufficient to explain the dissociation energy of this hydrogen molecule. പക്ഷേ ഇതിനൊരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. ഇതിന് അയണിക് ബിഹേവിയർ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഹൈഡ്രജൻ മോളിക്യൂളിന് അയണിക് ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ MO തിയറി കൊണ്ട് പറ്റി. പക്ഷേ ഇത് ഫെയിലിയർ ആവുന്ന എവിടെയാണ്? ഡിസോസിയേഷൻ എനർജി കണ്ടുപിടിക്കുന്ന കാര്യം വരുമ്പോഴത്തേക്കും അത് ഫെയിലിയർ ആയിട്ട് പോകുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഏത് തിയറി ഹെൽപ്പുമായിട്ട് വരുന്നത്? VB തിയറി, ദാറ്റ് ഈസ് വാലൻസ് ബോണ്ട് തിയറി,
which is otherwise known as Hitler and London theory. Okay, that we will see in the next session. Okay, thank you for listening.